അവസാനമായി നല്ലൊരു ചിത്രമെടുക്കാൻ സാധിച്ചില്ല. ഇതാണ് ഇപ്പോൾ അച്ഛൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് സിന്ധു പറയുന്ന ഒരു കാര്യം. ഓമിയെ മടിയിലിരുത്തി നിൽക്കുന്ന അച്ഛൻ്റെ പുറകിൽ സിന്ധുവും ദിയയും നിൽക്കുന്നുണ്ട്. 4 ജനറേഷനാണിത്. ഇതിൻ്റെ നല്ലൊരു ചിത്രം എടുത്തു വയ്ക്കണമെന്ന് എന്നോട് എപ്പോഴും കിച്ചു പറയാറുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല എന്ന മട്ടിലായിരുന്നു ഞാൻ അതിനെ ലാഘവത്തോടെ കണ്ടിരുന്നത്. പക്ഷെ എല്ലാം വൈകിപ്പോയി എന്ന് പറയുന്നതാണ് ശരി. അന്നേ കിച്ചു പറഞ്ഞപ്പോൾ തന്നെ എടുക്കേണ്ടതായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നല്ല ക്ലിയറായിട്ടൊരു ചിത്രം കിട്ടിയില്ല. ആ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ സാരമില്ല. എൻ്റെ അച്ഛനെ ഓമി കണ്ടിരുന്നു. ഓമിക്ക് എൻ്റെ അച്ഛനെ വളരെയധികം ഇഷ്ടമായിരുന്നു. അവന് അത് ഓർമ്മ കാണുമായിരിക്കും. അവന് ഒരുപാട് ചിത്രങ്ങൾ എൻ്റെ അച്ഛനോടൊപ്പം ലഭിച്ചു. അത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയായി ഞാൻ കാണുന്നു എന്ന് സിന്ധു കൂട്ടിച്ചേർക്കുന്നുണ്ട്. സിന്ധുവിൻ്റെ മകളുടെ മകനാണ് ഓമി എന്ന് നമുക്കറിയാം. സിന്ധുവിൻ്റെ അച്ഛന് അദ്ദേഹത്തിൻ്റെ ചെറുമകളുടെ മകനെ കയ്യിലെടുക്കാൻ കിട്ടിയൊരവസരം, അല്ലെങ്കിൽ താലോലിക്കാൻ കിട്ടിയൊരവസരം എല്ലാവർക്കും കിട്ടുന്ന ഒന്ന് തന്നെയല്ല. എന്നാൽ അത് ലഭിച്ചതിൽ താൻ വളരെയധികം സന്തുഷ്ടയാണ് എന്ന് സിന്ധു ഇടയ്ക്ക് കൂടി പറഞ്ഞിരുന്നു. പ്രേക്ഷകർ വളരെയധികം പ്രീതിയോടെ ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വിഷയമാണിത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ സിന്ധുവിൻ്റെ ഈ വാർത്തയെക്കുറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും വളരെയധികം വേദനാജനകമായ വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ പ്രേക്ഷകർ സിന്ധു പറഞ്ഞത് ശരിയാണ് എന്ന് തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ കാണുന്നൊരു കുടുംബം തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം. അവർക്ക് സംഭവിച്ച ഈ മരണം ശരിക്കും പറഞ്ഞാൽ ഒന്നുകൊണ്ടും നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അച്ഛന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നൊരു മകൾ തന്നെയായിരുന്നു സിന്ധു. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ മരണം ഏറ്റവും കൂടുതൽ സിന്ധുവിനെ ഞെട്ടിച്ചിട്ടുള്ളതെന്നും പറയാം. അച്ഛന് വയ്യ എന്നറിഞ്ഞപ്പോൾ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ദൂരെയായിരുന്നുവെങ്കിലും അച്ഛൻ്റെ അരികിലേക്ക് ഓടിയെത്തുകയാണ് ആ സമയം സിന്ധു ചെയ്തത്. അതെല്ലാം അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. അച്ഛനെ ഒരു ഹോം നേഴ്സിൻ്റെ സഹായത്തോടെ എല്ലായിടത്തും പറഞ്ഞേക്കും. അച്ഛന് പോകാൻ പറ്റുന്ന ഇടത്തേക്കൊക്കെ തന്നെയും സിന്ധു കൂടെ വിടും. അച്ഛന് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം ഒരിക്കലും ഉണ്ടാകരുത്. അച്ഛൻ എവിടെ പോകണമോ അതിൻ്റെ കൂടെ പോകാനായി ഒരു ഹോം നേഴ്സിനെയും കൂടി ഏർപ്പാടാക്കിയാണ് സിന്ധു അച്ഛനെ നോക്കിയിരുന്നത്. മക്കളുടെ ഷൂട്ടും അങ്ങനെയുള്ള തിരക്കും കാരണം എപ്പോഴും അച്ഛൻ്റെ കൂടെ പോകാൻ പറ്റാത്തത് കൊണ്ട് അച്ഛന് യാത്രകളൊക്കെ മുടങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിന്ധു അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചതും. അങ്ങനെ ഒപ്പം അച്ഛനോടൊപ്പം നിൽക്കാൻ പറ്റിയ ഒരാളെ കണ്ടുപിടിച്ചതിലൂടെ തന്നെ സിന്ധുവിന് ആശ്വാസമായി ഇരിക്കാൻ തന്നെ സാധിച്ചു എന്ന് പറയാം. പ്രേക്ഷകരും അത് അംഗീകരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.